നമസ്കാരം. സ്വർണ്ണവിലയിലെ അപ്രതീക്ഷിത മാറ്റങ്ങൾ ആഗോള വിപണിയെയും കേരളത്തിലെ സാധാരണ കുടുംബങ്ങളെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അന്താരാഷ്ട്ര വിപണിയിലുണ്ടായ വലിയ ചലനങ്ങളാണ് പ്രാദേശിക വിപണിയിലും സ്വർണ്ണവിലയിൽ വൻ ഏറ്റുകുറച്ചിലുകൾക്ക് കാരണമാകുന്നത്. കേരളത്തിലെ ഓരോ വീട്ടമ്മയും നിക്ഷേപകരും ഒരുപോലെ ഉറ്റുനോക്കുന്ന സ്വർണ്ണവിലയിലെ ഈ മാറ്റങ്ങളുടെ കാരണങ്ങൾ പരിശോധിക്കാം. ഫെബ്രുവരി മാസം തുടക്കം മുതൽ സ്വർണ്ണവില ഒരു റോളർ കോസ്റ്റർ പോലെയാണ് മുന്നോട്ടു പോകുന്നത്. ജനുവരി അവസാനം ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന നിരക്കിലെത്തിയ സ്വർണ്ണവില ഫെബ്രുവരി ആദ്യവാരം പെട്ടെന്ന് താഴേക്ക് പതിക്കുന്നതാണ് നാം കണ്ടത്. എന്നാൽ ഇപ്പോൾ വീണ്ടും വില ഉയരുന്ന പ്രവണതയാണ് ദൃശ്യമാകുന്നത്. അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവിലയിൽ ഇത്ര വലിയ മാറ്റമുണ്ടാകാൻ പ്രധാനമായും 3 കാരണങ്ങളാണുള്ളത്. 1. അമേരിക്കൻ ഫെഡറൽ റിസർവിലെ നേതൃമാറ്റവും സാമ്പത്തിക നയങ്ങളിലുണ്ടായ മാറ്റങ്ങളും. പുതിയ ഫെഡ് ചെയർമാന്റെ നാമനിർദ്ദേശത്തെ തുടർന്ന് ഡോളർ കരുത്താർജിച്ചത് സ്വർണ്ണവിലയിൽ താൽക്കാലിക ഇടിവുണ്ടാക്കി. 2. ആഗോള രാഷ്ട്രീയ സാഹചര്യം. അമേരിക്കയും ഇറാനും തമ്മിലുള്ള പുതിയ തർക്കങ്ങളും പശ്ചിമേഷ്യയിലെ അശാന്തിയും സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ സ്വർണ്ണത്തിലേക്ക് നിക്ഷേപകരെ വീണ്ടും ആകർഷിക്കുന്നു. 3. ഇന്ത്യയുൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ കേന്ദ്ര ബാങ്കുകൾ വൻതോതിൽ സ്വർണം ശേഖരിക്കുന്നത് വില താഴേക്ക് പോകാതെ പിടിച്ചു നിർത്താൻ കാരണമാകുന്നു. കേരളത്തിലെ വിപണിയിൽ ഇന്ന് പവന് വലിയ മാറ്റങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 7-ാം തീയതിയിലെ കണക്കനുസരിച്ച് 22 കാരറ്റ് സ്വർണം ഗ്രാമിന് ഏകദേശം 14,102 രൂപ എന്ന നിരക്കിലാണ് വ്യാപാരം നടക്കുന്നത്. 24 കാരറ്റ് സ്വർണത്തിന് 10 ഗ്രാമിന് 1,53,830 രൂപയോളമാണ് വില. വിവാഹ സീസൺ അടുത്തുവരുന്ന സാഹചര്യത്തിൽ വിലയിലെ ഈ അസ്ഥിരത കേരളത്തിലെ സാധാരണക്കാരെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ട്. വില കുറയുമ്പോൾ സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവരും കൂടുതൽ വില ഇടിയുമോ എന്ന് ഭയന്ന് നിക്ഷേപം മാറ്റിവെക്കുന്നവരും ഒരുപോലെ ആശയക്കുഴപ്പത്തിലാണ്. വിദഗ്ധരുടെ അഭിപ്രായത്തിൽ വരും ദിവസങ്ങളിലും വിപണിയിൽ ഈ ചാഞ്ചാട്ടം തുടരാനാണ് സാധ്യത. അതിനാൽ സ്വർണത്തിൽ നിക്ഷേപം നടത്തുന്നവർ ആഗോള സാമ്പത്തിക വാർത്തകൾ കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട്. കൂടുതൽ വാർത്തകൾ അറിയുവാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.